ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് എത്ര പണം വന്നാലും അത് നിലനിൽക്കുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. വീട്ടിലെ ഞാൻ ഈ പറയുന്ന മൂലയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീട്ടിലേക്ക് സാമ്പത്തിക നില മാറും, സാമ്പത്തിക സ്ഥിതി മാറും. ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ അത് വീഡിയോ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. കാരണം ഞാൻ പറയുന്ന വീടിനുള്ളിലെ കാര്യം പറയുന്നത്, വീടിന് വെളിയിലേ അല്ല, വീടിനുള്ളിൽ ഈ പറയുന്ന ഒരു മൂലയിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഫലമുണ്ടാകും. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യമാണ് ഇത്. ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിരുന്നത്. ഒന്ന് ചെയ്തു നോക്കുക. വീട്ടിലേക്ക് സാമ്പത്തികം വരുമോ ഇല്ലയോ നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും. അത്ഭുതകരമായ കാര്യമാണ്. ഇതെല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാക്കിയല്ല ഈശ്വരന്റെ കയ്യിൽ. കാണുന്നവർ അവർക്ക് ഫലം ഉണ്ടാകും. എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ലെ, ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മുഴുവൻ കേൾക്കണം കേട്ടോ. അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്, മുഴുവൻ കേൾക്കണം. ഒരു 5, 10, 15 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും ഗുണമുണ്ടാകും. നിങ്ങൾ കേൾക്കും, മനസ്സിലാകും. ഞാനത് മുഴുവൻ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാനും പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. വീഡിയോ മുഴുവൻ കാണണം. അത് പ്രയോജനം ചെയ്യും. അറ്റവും മൂലം കേട്ടിട്ട് ചെയ്താൽ ഒരു പ്രയോജനം ചെയ്യത്തില്ല എന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മുഴുവനെ അല്പം ക്ഷമ കാണിക്കുക. ആ ക്ഷമ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു ക്ഷമയായിരിക്കും. ക്ഷമയോടുകൂടി മുഴുവൻ കേൾക്കുക കേട്ടോ, മുഴുവൻ കാണുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോഴേ വീടിനുള്ളിലുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുന്ന മൂലയിൽ ചെറിയ നിസ്സാരമായ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്കറിയാമല്ലോ എങ്ങനെ വരുമെന്ന്. കാരണം ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞാനത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. പറയുന്നതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ വീട്ടില് പണം വരുന്നു, നിലനിൽക്കുന്നില്ല എങ്കിൽ പണം വരും, നിലനിൽക്കും. ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറൊരു മുറി കാണുമല്ലോ. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, വീടിനുള്ളിൽ നിങ്ങൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചതുരാകൃതിയിലുള്ള ഒന്നുകിൽ അലമാരി, എന്ന് വെച്ചാൽ കറക്റ്റ് ചതുരം വാങ്ങണമെന്നില്ല, ദീർഘചതുരോ സമചതുരോ ദീർഘചതുരോ എങ്ങനെ വേണേലും ആകാം. ചതുരാകൃതിയിലുള്ള ഒന്നുകിൽ അലമാരി അല്ലെ അരിപ്പെട്ടി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭാരം കൂടിയ ഒരു വസ്തു നിങ്ങൾ അവിടെ വെക്കണം. വീടിന്റെ തെക്ക് പടിഞ്ഞാറ് വെച്ചാൽ മാത്രം പോരെ, മുഴുവൻ കേൾക്കണം കേട്ടോ, എന്നിട്ടേ ചെയ്യാവുള്ളൂ. അത് വെച്ചോണ്ട് മാത്രം കാര്യമില്ല, മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ അത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുക. മനസ്സിലായല്ലോ? ഭാരമുള്ള ഒരു വസ്തു, അലമാരിയോ അരിപ്പെട്ടിയോ എന്തെങ്കിലും വെക്കണം. അരിപ്പെട്ടി ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് വെക്കണം? നിങ്ങളുടെ അരിയെ ഒക്കെ വെക്കാം അതിൻ്റെ അകത്ത്. ഇനി അലമാരി ആണെങ്കിൽ ആഭരണങ്ങള്, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പണം, ഇതൊക്കെ വെക്കാം. ഇത് വെക്കുന്നത് സൂക്ഷിച്ചോണം. അവനവൻ എവിടെ വെച്ചാലും അത് അവനവൻ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് കേട്ടോ. എവിടെ പണവും അലമാരി വെച്ചാലും പൂട്ടിയിട്ട് താക്കോലും നിങ്ങളുടെ ഇരിക്കണം. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോണം, അത് നിങ്ങളുടെ ഭാഗം. ഞാനിത് പറയുന്നത്, ഈ വീടിന്റെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇങ്ങനെ ഭാരമുള്ള ഏതെങ്കിലും വസ്തുക്കൾ വെക്കുക. അപ്പൊ അലമാരി വെക്കാം, അരിപ്പെട്ടി വെക്കാം. അലമാരിയിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, ഇതൊക്കെ വെക്കാം. പണം, ആഭരണങ്ങള്, ഇതൊക്കെ വെക്കാം. ഇനി ആഭരണങ്ങളൊക്കെ വെച്ചാൽ അത് അവനവൻ സൂക്ഷിച്ചോണം കേട്ടോ, അത് അവനവന്റെ കാര്യം. അങ്ങനെ സൂക്ഷിക്കാന്നുള്ളവർ ചെയ്താൽ മതി. അല്ലെ ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവെക്കണം. അല്ലെ പണം വെക്കാം, അല്പം പണം വെച്ചാൽ മതി. പിന്നെ ബാങ്ക് പാസ്ബുക്ക് വെക്കാം, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കാം. അപ്പൊ ഇത് വെക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു ചുമന്ന തുണി കൂടി ഈ പണത്തിനോടൊപ്പം വെക്കണം. പണത്തിനോടൊപ്പം വെച്ചാൽ മതി. 2, പച്ച കവറിനകത്തോ പച്ച കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ പച്ച പട്ടു തുണി ഏറ്റവും നല്ലത്, കടയിൽ കിട്ടും പച്ചപ്പട്ട്, അതിൻ്റെ അകത്തോ വേണം പണം, ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെക്കാൻ. കൂടെ ഒരു ചുമന്ന തുണിയും കൂടെ, ചുമന്ന കോട്ടൺ തുണിയോ അല്ലെ ചുമന്ന പട്ടോ അല്പം മതി കേട്ടോ, ഇതിന്റെ കൂടെ വെക്കണം.
എന്നിട്ട് നിങ്ങൾ അലമാരി തുറക്കുന്നത് പടിഞ്ഞാട്ട് നിന്ന്, നിങ്ങൾ പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ടായിരിക്കണം ഡ്രോ വലിക്കുന്നത്. ഈ പറയുന്നത് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ അലമാരി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പെട്ടി വെക്കുക. അരിപ്പെട്ടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം കൂടെ ഒരു 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 പെട്ടി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി അത് പൂട്ടി വെക്കുന്നത് നല്ലതാണ്. എന്തായാലും പണം ആ ഭാഗത്ത് സൂക്ഷിക്കാൻ നല്ലതാണ്. ഇനി നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അതിനുള്ള തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂം എടുക്കുക, അതിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെയ്താലും മതി. വീടിന് ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലും ചെയ്താൽ മതി. നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പറ്റുന്ന ഒരു റൂമില് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെയ്താലും മതി. ഇനി വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ ചുവന്ന ഒരു ബൾബ്, സീറോ ബൾബ് ഇടുന്ന നല്ലതാണ്. അത് കെടുത്തണ്ട, ശ്രദ്ധിച്ച് കേട്ടോണം. ചുവന്ന ഒരു ബൾബ് അത് കെടുത്തണ്ട, അവിടെ കിടന്നോട്ടെ, അത് രാത്രിയും പകലും ഒക്കെ കിടന്നോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ടും അല്ല തെക്കോട്ടും പടിഞ്ഞാട്ടും കഴിവതും വാതിലോ ജനലോ ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ടെങ്കിൽ അടച്ചിടുക. പിന്നെ അത്യാവശ്യമാണെങ്കിൽ തുറക്കാമെങ്കിലും കൂടുതൽ സമയം അടച്ചിടുക. ഇനി അതല്ല വാതിലോ ജനലോ ഉണ്ടെങ്കിൽ മണ്ടയ്ക്ക് അത് അടച്ചിട്ട് ഒരു വെന്റിലേഷൻ കൊടുത്താലും മതി. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭാരമുള്ള ഇതുപോലെ ഒരു വസ്തു വെച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ് ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു ഗുണമായിട്ട് വന്ന ഒരുപാട് അനുഭവമുണ്ട്. അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ അരിപ്പെട്ടി വെച്ച് ഒക്കെ അത് ഗുണമായി ഒരുപാട് ഞാൻ പറഞ്ഞു തന്നെ ചെയ്ത ആളുകളുണ്ട്. ഇപ്പം അലമാരിയോ അരിപ്പെട്ടിയോ ഒക്കെ വയ്ക്കാം കേട്ടോ. ഭാരമുള്ള ഒരു ഇതുപോലെ ചതുരാകൃതിയിലെ, ദീർഘചതുരമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വസ്തു ആയിരിക്കണം. അച്ചട്ടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ചില ഈശ്വരീയമായ ശക്തികളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ സ്ഥാനം കാണും അല്ലേ, അതുപോലെ കിണർ കുഴിക്കാൻ സ്ഥാനം കാണും, അതുപോലെ തന്നെ പണം വെക്കാനും വീട്ടിൽ സ്ഥാനം ഉണ്ടെന്നേ, എല്ലാത്തിനും ഉണ്ടത്. അതായി പറഞ്ഞു തരുന്നത്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ സ്ഥാനത്തല്ല വീട്ടിൽ പണം വെക്കുന്നതെങ്കിൽ നമുക്ക് പണത്തിന് അധികം ചെലവ് വരും, പണം നിലനിൽക്കത്തില്ല. ഇനിയും ഈ തെക്ക് പടിഞ്ഞാറേ മൂല ശരിയായിട്ട് ആക്ടിവേറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരെ ഈശ്വരീയമായ അനുഗ്രഹം, ചൈതന്യം ഉള്ള ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറേ മൂല. ആ ഭാഗം ആക്ടിവേറ്റ് ആക്കിയില്ലെങ്കിലും ആ സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടണമെന്നില്ല. അത്രേ ഉള്ള അതിനകത്തെ കാര്യം. പിന്നെ വേറൊരു രഹസ്യം കൊണ്ടുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അത് ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറേ മുറിയിലായിക്കോട്ടെ, അല്ല നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും വേറെ മുറിയിലായിക്കോട്ടെ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയുടെ ഒരു ഫോട്ടോ വെക്കണം. പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി. ഒന്ന്. രണ്ട്, മഹാവിഷ്ണുവിന്റെ ഒരു ഫോട്ടോ വെക്കണം, അല്ലെ ഉണ്ണിക്കണ്ണന്റെ ഒരു ഫോട്ടോ വെക്കണം, അല്ലെ പശുവിനോട് നിൽക്കുന്ന കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെക്കണം. ഇതിനകത്ത് കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് നമ്മൾ ഈ ഗണപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ വിനായകരാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു കർപ്പൂരം തട്ടത്തിൽ കാണിക്കുന്നു. മഹാവിഷ്ണുവിന്റെയോ ഉണ്ണിക്കണ്ണന്റെയോ അല്ലെ പശുവിന്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണന്റെയോ ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് അതിന് ഒരു തട്ടത്തിൽ കർപ്പൂരം രാവിലെ പോയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ, ഒന്ന് ഗണപതിക്ക് ഈ സ്ഥാനം വളരെ, ഗണപതി പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാണ്. സത്യമാണ്, ഒരുപാട് അനുഭവമുള്ള കാര്യം പറയുന്നത് കേട്ടോ. ഏത് കാര്യം സാധിച്ചു വരും. രണ്ട്, പിതൃപ്രീതി ഉണ്ടാവും. ആ ഭാഗത്ത് നിന്ന് നാരായണനെ വിളിച്ചാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കണം. എന്നിട്ടേ ഓം കൃഷ്ണായ നമ്മൾ ജപിക്കാവുള്ളൂ. ഒരു തട്ടത്തിൽ കർപ്പൂരം കാണിച്ചു രാവിലെ വൈകിട്ട്. ഇനി കർപ്പൂരം കാണിച്ചില്ല പോലും അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി വെക്കണം ഈ രണ്ട് ചിത്രങ്ങളും. ഓം നമോ നാരായണായ. ഇനിയിപ്പോൾ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ ഇത് സൗകര്യം ഇല്ലെങ്കിൽ ഏത് മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇത് ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യമുള്ള കേട്ടോ. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിയായിട്ട് ചെയ്യുമ്പോഴല്ലേ അത് ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അപ്പം പിതൃപ്രീതി പെട്ടെന്നുണ്ടാവും. ഓം നമോ നാരായണായ ആദ്യം ജപിക്കണം, ഓം കൃഷ്ണായ നമ ജപിക്കണം. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും. ഈ പിതൃപ്രീതി ഇല്ലാത്തതാണ് പല കുടുംബങ്ങളും പെട്ടെന്ന് ബിസിനസ് തകരുക, പെട്ടെന്ന് സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുക, കുടുംബകലഹം ഉണ്ടാകുക, കുടുംബങ്ങൾ വേർപെട്ടു പോവുക. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ പിതൃപ്രീതിയുടെ ഒരു കുറവുണ്ട്. ഒന്ന്. രണ്ട്, തെക്ക് പടിഞ്ഞാറേ മൂലയിലെ ചില അനുകൂലമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടും കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് പറയാൻ പോകുന്നത് നിങ്ങളുടെ സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയെക്കുറിച്ച് പറഞ്ഞുതരാം.
ഇപ്പം വീടിനുള്ളിലെ കാര്യമാണ് പറഞ്ഞു. ഇനി സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കഴിവതും ചെടികൾ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ചെടികൾ വീടിന്റെ ഫ്രണ്ട് വശത്ത് വെച്ചോന്നേ, അവിടെ കഴിവതും പാടില്ല. ഇനിയും അവിടെ ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഒന്നും പറഞ്ഞ് പറിച്ചു കളയണ്ട. ചെടികൾ അവിടെ ഇരുന്ന് തൽക്കാലം അവിടെ നിന്നോട്ട്, പറിച്ചു കളയൊന്നും വേണ്ട. പുതിയതായിട്ട് വെക്കാതിരുന്നാൽ മതി. വീടിന്റെ ഫ്രണ്ടിലാണ് അതും നല്ല ചെടികൾ എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കഴിവതും ചെടികൾ ഒന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അല്പം പൊങ്ങി നിൽക്കുന്നത് നല്ലതാണ്. ഇത് സ്ഥലത്തിന്റെ കാര്യമാണ് പറയുന്നത്. വീടിന് വെളിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയുടെ കാര്യമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് വീടിനുള്ളിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇനിയും ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിലെ ആ ഒരു ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്യണമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു മഞ്ഞപ്പട്ട്, അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. ആ മുറിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു മഞ്ഞപ്പട്ടൂടെ സൂക്ഷിക്കുന്ന നല്ലതാണ്. അത് ഒരു മഞ്ഞപ്പട്ടൂടെ വയ്ക്കുന്നത് നല്ലതാണ്. അത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഒരു ചുവന്ന തുണി അലമാരിക്കകത്ത് വെക്കണം. പിന്നെ പച്ചപ്പട്ടിനകത്ത് പണം വെക്കണം. പിന്നെ ഒരു മഞ്ഞപ്പട്ടൂടെ അത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുകയോ അല്ലെങ്കിൽ മുറിയിൽ എവിടെയെങ്കിലും വെക്കുകയോ, ഇങ്ങനെ ഒരു ടേബിള് ഇടുന്ന പോലെ വല്ലതും വിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ചിത്രങ്ങൾ ഈ പിന്നെ അലമാരി ഈ മേശയുടെ മണ്ടയ്ക്ക് വെക്കുകയാണെങ്കിൽ മഞ്ഞപ്പട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചിത്രം വെക്കുകയോ, എങ്ങനെങ്കിലും ഒരു മഞ്ഞപ്പട്ടൂടെ വെക്കുന്ന നല്ലതാണ്. അത് വളരെ ഗുണം ചെയ്യും. അപ്പം ഇത് ചെറിയ കാര്യങ്ങളാണ് ചെയ്ത് നോക്കുക. പിന്നെ തെക്ക് പടിഞ്ഞാറേ സ്ഥലത്തിന്റെ ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കുഴികൾ വരാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറേ മൂല കുഴിഞ്ഞ് കാണരുത്. ഇതൊക്കെ ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂല കുഴിഞ്ഞ് വരരുത്. അതുകൊണ്ട് അവർ ഇച്ചിരി മണ്ണിട്ട് പൊക്കി ഇച്ചിരി ഉയർന്നു നിൽക്കണം. പിന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കുഴികൾ വരാൻ പാടില്ല. കക്കൂസിന്റെ ടാങ്ക് വരാൻ പാടില്ല. കിണർ കുഴിക്കാൻ പാടില്ല. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ കുഴിച്ചിരിക്കുന്ന ചില വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഓഫീസോ അങ്ങനെയൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു കുടുംബമായിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറയാം കേട്ടോ. അപ്പൊ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കുഴിഞ്ഞു കാണാൻ പാടില്ല, കുഴി പാടില്ല, കക്കൂസിന്റെ ടാങ്ക് പാടില്ല, പിന്നെ കിണർ പാടില്ല. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ ഒരു സ്ഥലം പോയി കണ്ടു. അവർക്കത് എന്ത് ചെയ്തിട്ടും പൈസയൊക്കെ ഉണ്ട്, പക്ഷെ വിൽപ്പന വാങ്ങിക്കുന്ന നീണ്ടു പോവുക. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു. അവരുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഷീറ്റ് വെച്ച് ആ രണ്ട് മൂലയിൽ മറയ്ക്കുക. അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം പെട്ടെന്ന് വാങ്ങാൻ പറ്റിയ തടസ്സം മാറി. അങ്ങനെ ഞാൻ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെ തെക്ക് പടിഞ്ഞാറേ മൂലയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വളരെ ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു അരിപ്പെട്ടി വാങ്ങി വെച്ചു. അവിടെ അതിൻ്റെ അകത്ത് അരി വെക്കാൻ തുടങ്ങിയ പിന്നെ ദാരിദ്ര്യം മാറിയ അനുഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അന്ന് ഇതിന്റെ രഹസ്യമൊന്നും അറിയത്തില്ല. പക്ഷെ പിന്നീടാണ് തെക്ക് പടിഞ്ഞാറേ മൂലയുടെ ചില രഹസ്യങ്ങൾ മനസ്സിലായത്. അതും ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ, വീട്ടിലേക്ക് നല്ല നല്ല ഉയർച്ചകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വീടിനുള്ളിൽ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂല ഗണപതിയുടെ ഫോട്ടോ, കൃഷ്ണന്റെ അതുപോലെ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ ആണെങ്കിലും വെച്ചാൽ മതി. അതിന്റെ മുന്നിൽ ഒരു പടിഞ്ഞാറേ ഭിത്തി കിഴക്കോട്ട് നോക്കി വെക്കണം. ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇനി കർപ്പൂരം ഒന്നും കത്തിച്ചില്ലേ പോലും അതിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഗണപതിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിനായകരെ എന്ന് വിളിക്കണം, ഗണപതി എന്നല്ല. പിന്നെ ഉണ്ണിക്കണ്ണന്റെ ആണെങ്കിൽ ആദ്യം ഓം നമോ നാരായണായ ജപിച്ചിട്ട് ഓം കൃഷ്ണായ നമ ജപിച്ച് പ്രാർത്ഥിക്കുക. തട്ടത്തിൽ വേണേൽ കർപ്പൂരം കത്തിച്ച് തട്ടത്തിൽ കാണിച്ച് പ്രാർത്ഥിക്കുക. ചുമന്ന ബൾബ് ഇടണം. അത് കെടുത്തണ്ട, അവിടെ കിടന്നോട്ടെ. അത് മുറിയിലിട്ടാൽ മതി. പിന്നെ അലമാരി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അലമാരിയോ
അരിപ്പട്ടി അങ്ങനെ ഭാരമുള്ള ചതുരാകൃതിയിലുള്ള ഇത് വയ്ക്കണം. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് പടിഞ്ഞാട്ട് നിന്ന് നമുക്ക് തുറക്കാം. നമ്മൾ പടിഞ്ഞാട്ട് നിന്നുകൊണ്ട് തുറക്കാം. അതേ രീതിയിൽ വെക്കണം. പിന്നെ അതിനകത്ത് ബാങ്ക് പാസ്ബുക്ക്, പണമൊക്കെ അലമാരി വെക്കുക. അതോടൊപ്പം ഒന്നുകിൽ പച്ച കവറിനകത്ത്, അല്ലെ പച്ച കോട്ടൺ തുണി, അല്ലെ പച്ച പട്ട് തുണിയാണെങ്കിലും അതിൻ്റെ അകത്ത് പണം വെക്കാം, ബാങ്ക് പാസ്ബുക്ക് വെക്കാം. അതിൻ്റെ കൂടെ ആ ഡ്രോയിൽ തന്നെ ഒരു ചുമന്ന തുണിയും കൂടെ വെക്കുക. പിന്നെ മഞ്ഞപ്പട്ട് ആ മുറിയിൽ എവിടെങ്കിലും ഒരു മഞ്ഞപ്പട്ടും കൂടെ, ചെറിയ മഞ്ഞപ്പട്ടൂടെ വയ്ക്കുക. ഇങ്ങനെ ഈ തെക്ക് പടിഞ്ഞാറേ മൂല ഈശ്വരീയമായിട്ട് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. പിന്നെ സ്ഥലമാണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂല ശരിക്കും തുറന്നു കിടക്കരുത്. അത് മതിൽ കെട്ടുകയോ അടയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അത് നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്യുക. ഇപ്പം മതിൽ കെട്ടാൻ പറ്റത്തില്ല പോലും സ്ട്രീറ്റ് വെച്ച് മറയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വീടിനൊരു സുരക്ഷിതത്വം ഉണ്ടാവും. സാമ്പത്തികമായിട്ട് നല്ലൊരു സേഫ്റ്റി ഉണ്ടാവും. പിന്നെ തെക്ക് പടിഞ്ഞാറേ മൂല സ്ഥലത്തിന്റെ പൊങ്ങിക്കിടക്കണം. അവിടെ ചെടികൾ കഴിവതും ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ പോലും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമാണ്, നല്ല കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നാലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യം പോലെ ചെയ്യുക. അപ്പം ഒരു വീട് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്ഥാനം നോക്കാറുണ്ട്, കിണർ കുഴിക്കുന്നതിന് സ്ഥാനം നോക്കാറുണ്ട്. എങ്കിൽ പണം വയ്ക്കുന്നതിനും സ്ഥാനമുണ്ട്. ആ സ്ഥാനം പറഞ്ഞാൽ പണം ഉണ്ടാവും. ആ സ്ഥാനത്ത് വെച്ചാൽ പണം നിലനിൽക്കത്തില്ല, പോക്കൊണ്ട് പണം കൈ നിൽക്കത്തില്ല, പണം ചെലവായിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആ സ്ഥാനം എവിടാണ്? ഒന്നുകിൽ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ, അത് അവിടെ സൗകര്യം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുറിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണ്. ഇത് സംശയത്തിനൊന്നും കാര്യമില്ല. ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാകും. വിശ്വാസത്തോടുകൂടി ചെയ്യുക. എല്ലാവരും ജീവിതത്തിൽ അതിന്റെ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഭിത്തിയിൽ സ്ഥലം മേടിക്കാൻ വേണ്ടി ഒരു കാര്യം എഴുതി വെച്ചു. ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുന്നവർക്കറിയാം. അങ്ങനെ ഇന്ന് ഒരാൾ സ്ഥലം വാങ്ങിയിട്ട് 1/2 കോടിക്ക് മേലെ രൂപയാകുന്ന സ്ഥലം വാങ്ങി അവര് എന്നോട് പറയണമെന്ന് ഒരാളോട് വന്നു. എന്നെ കണ്ടില്ല, വേറെ ആളെ പറഞ്ഞേൽപ്പിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്, ശരിയായിട്ട് ചെയ്തവര്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയുന്നത്, അല്ലാതെ എൻ്റെ പുറകെ നടക്കാനോ ഗുരു ശിഷ്യനും കളിക്കാനോ എപ്പോഴും എന്നെ കാണാൻ വരാനോ ഒന്നും ഞാൻ പറയാറില്ല. നല്ല കാര്യങ്ങൾ പറയും. നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. നല്ലതായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും, നല്ലതായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫലവും കിട്ടത്തില്ല. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.